എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ തൃപ്രയാർ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് എത്തിയിരിക്കുകയാണ്. പ്രകൃതിയുടെ സന്തോഷം മഴത്തുള്ളികളായി ഇങ്ങനെ നൃത്തം വെക്കുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് കടന്നത്. ഓണക്കാലമായതുകൊണ്ട് തന്നെ വലിയൊരു പൂക്കളം ക്ഷേത്രമുറ്റത്ത് നമുക്ക് കാണാൻ സാധിച്ചു. നാലമ്പല ദർശനത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് പന്തലൊക്കെ അഴിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഏറെ ഭക്തർ വരുന്നത്. നാലമ്പല ദർശനത്തിൻ്റെ ആ മാസം മുഴുവൻ നല്ല തിരക്കായിരിക്കും. ഇവിടെ ശ്രീരാമസ്വാമിയുടെ ചുറ്റമ്പലത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഗോശാല കൃഷ്ണനാണുള്ളത്. അവിടെ തൊട്ടിൽ വഴിപാടൊക്കെയാണ് പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ തൃക്കൈവെണ്ണ, തുളസിമാലയൊക്കെ ഉണ്ട്. പുരാതനമായതും ഒട്ടേറെ പ്രത്യേകതകളുള്ളതുമായ ഒരു ക്ഷേത്രമാണിത്. ഈ രാമക്ഷേത്രം കൊടുങ്ങല്ലൂരിനും ഗുരുവായൂരിനും ഇടയിലാണുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക പഞ്ചായത്തിലാണ് തൃപ്രയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2000 വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് പറയപ്പെടുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്ന ചതുർബാഹു രൂപത്തിലുള്ള ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ദശരഥപുത്രന്മാരുടെ 4 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞതിന് ശേഷം ദ്വാരക കടലിനടിയിലായി പോയി. അവിടുന്ന് അനേകം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മുക്കുവന് ഈ വിഗ്രഹം കിട്ടി എന്നാണ്. അത് ജ്യോതിഷ വിധി പ്രകാരം ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യം. തൃപ്രയാർ തേവരെ തൊട്ട് തഴുകിപ്പോകുന്ന തീവ്ര നദിയാണ് ഇത്. ഇവിടെയാണ് മീനൂട്ട് നടത്തപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് മീനൂട്ട്. നെയ്യും അരിയും കൂട്ടിച്ചേർത്ത് ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് തരും. അതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് മീനുകൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ കൂട്ടത്തോടെ വന്നിട്ട് അത് കഴിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഭഗവാൻ അന്നം സ്വീകരിക്കാൻ മത്സ്യരൂപത്തിൽ വരുന്നതാണെന്നൊരു ഐതിഹ്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. മീനൂട്ട് വഴിപാട് എല്ലാ ഭക്തരും നടത്തുന്നത് കാണാം. ഇവിടെ ശ്രീരാമസ്വാമിയുടെ ദർശനം കിഴക്ക് ദിശയിലേക്കായിട്ടാണ്. കിഴക്ക് ദിശയിലായിട്ട് കാണുന്നത് തീവ്ര നദിയാണ്. ഭഗവാൻ കണി കണ്ടുണരുന്ന ഒരു നദി കൂടിയാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ കൊടിമരമില്ല എന്നുള്ളതാണ്. ആറാട്ടുപുഴ പൂരവും തൃപ്രയാർ ഏകാദശിയുമാണ് ഇവിടുത്തെ ഉത്സവം. വൃശ്ചികത്തിലെ ഏകാദശി നാളിലും മീനത്തിലെ ആറാട്ടുപുഴ പൂരത്തിൻ്റെ ആ ദിവസത്തിലുമാണ് ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്കുണ്ടാവുക. അത്രയും തിരക്കായിരിക്കും ആ ദിവസങ്ങളിൽ ഇവിടെ. ഭട്ടശ്രീകോവിലിനകത്ത് ചതുർബാഹു രൂപത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. ശ്രീരാമസ്വാമിയെ ദീപാലങ്കൃതനായി ഞങ്ങൾ തൊഴുതു. നമ്മൾ തൊഴാൻ കയറുന്നിടത്ത് തന്നെ വലിയൊരു ബലിക്കല്ലുണ്ട്. ആ ബലിക്കല്ലിനും ഒരു ഐതിഹ്യമുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് വെടി വഴിപാട്. ഹനുമാൻ സീതയെ കണ്ടുപിടിച്ചതിനോട് ബന്ധപ്പെട്ട ഐതിഹ്യമാണ് വെടി വഴിപാടിൻ്റേത്. ശ്രീരാമസ്വാമിയുടെ ചുറ്റമ്പലത്തിൻ്റെ പുറത്തായിട്ട് വലതുവശത്താണ് ധർമ്മശാസ്ത്ര പ്രതിഷ്ഠയുള്ളത്. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് അമൃതം. സർവ്വരോഗങ്ങളും മാറുന്നതിനായിട്ടാണ് അമൃതം വഴിപാടിൻ്റെ പ്രസാദം കഴിക്കുന്നത്. അവർ നമുക്ക് പ്രസാദം തന്നു, അന്ന് തന്നെ കഴിക്കണമെന്നും പറഞ്ഞു. ഇവിടെ ഉപദേവതമാരായിട്ടുള്ളത് ഗോശാല കൃഷ്ണൻ, ധർമ്മശാസ്താവ്, ഗണപതി, ദക്ഷിണാമൂർത്തി. ഹനുമാൻ സ്വാമിക്ക് പ്രതിഷ്ഠയില്ലെങ്കിലും അദൃശ്യനായിട്ട് ഇവിടെ കുടികൊള്ളുന്നുണ്ടെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ വിഷ്ണുമായയും ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് വലിയ ഗോപുരവാതിലിലൂടെ പുറത്ത് കടന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തായിട്ട് ഒരമ്പലം കൂടിയുണ്ട്. അവിടെ ഹനുമാൻ സ്വാമിയും ശ്രീ മുരുകനുമാണുള്ളത്. അപ്പോൾ അവിടെയും ഞങ്ങൾ തൊഴുതു. തൃപ്രയാർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങളിനി പോകുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കും കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്കുമാണ്. കേരളത്തിലെ ഏക ഭരത ക്ഷേത്രമായ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാം. എൻ്റെ ചാനൽ കാണുകയും അഭിപ്രായം പറയുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.